നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. കുളിച്ചില്ലെങ്കിലും കോണകം വിരിക്കുന്ന ഏർപ്പാട്. പിണറായി ഇനി പറക്കും തളിക. സർക്കാർ വക സിനിമാ തിയേറ്റർ പരസ്യം ആർക്കു വേണ്ടി? വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരവിച്ച് നിൽക്കുകയാണ് കേരളം. സർക്കാരിന്റെ സാമ്പത്തിക തകർച്ച മൂലം ദുരിതങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. നിലവിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരെ വ്യാപകമായി ഉയരുന്ന പരാതി സർക്കാർ നിരന്തരം ധൂർത്തും അഴിമതിയും നടത്തുന്നു എന്നതാണ്. രാഷ്ട്രീയ വിരോധികൾ ഏത് സർക്കാർ ഭരണകാലത്തും ഇത്തരം പരാതികൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ അതുപോലെ കാമ്പും കഴമ്പും ഇല്ലാത്ത പ്രതിപക്ഷ പ്രചാരണമല്ല സർക്കാരിനെതിരെയുള്ള ഇപ്പോഴുള്ള ധൂർത്തിന്റെ പരാതി. സാധാരണ ജനങ്ങൾ ഒരു ദിവസം തള്ളി നീക്കാൻ പോലും പാടുപെടുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ആർക്കും താങ്ങാൻ കഴിയുന്നില്ല. വരുമാനങ്ങളിൽ വലിയ തോതിൽ ഇടിവുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ജനങ്ങളുടെ ദുരിതത്തിന് മുഖ്യ കാരണം. കേരള ജനത ഇത്തരത്തിൽ പലതരത്തിലുള്ള വിഷമതകളിലൂടെ നീങ്ങുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ ഈ ബാധ്യതയെല്ലാം മറന്നുകൊണ്ട് ആഡംബരത്തിനും ധൂർത്തിനും പിറകെ പായുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് സർക്കാരിന്റെ മേന്മയും മുഖ്യമന്ത്രിയുടെ മികവും ചിത്രീകരിച്ച സിനിമ തിയേറ്റർ പരസ്യങ്ങൾ കേരളത്തിന് പുറത്തുള്ള 5 സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള തീരുമാനം. തിയേറ്ററുകൾക്ക് നൽകേണ്ട പ്രദർശന കൂലി സർക്കാർ പാസാക്കി എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തുടർഭരണത്തിലൂടെ 8 വർഷം പിന്നിട്ട ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾ അപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. മാധ്യമങ്ങൾ സർക്കാർ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ ഇടതുമുന്നണി സർക്കാർ വലിയ വികസനത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ സമ്പന്ന പട്ടികയിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നത് ശരിയായിരിക്കാം. പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങളും പട്ടിണി വിഭാഗങ്ങളും വലിയ ജീവിത ദുരിതങ്ങളിൽപ്പെട്ട് കഴിയുകയാണ്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഓണക്കാലം വരികയാണ്. കേരളത്തിലെ ജനങ്ങൾ കാണം വിറ്റും ഓണം ഉണ്ണുന്ന പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നവരാണ്. എന്നാൽ ഈ ഓണത്തിന് വിൽക്കുവാൻ കാണം പോലും ഇല്ലാത്ത ഗതികേടിലാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ. ഓണക്കാലത്ത് മാത്രമല്ല, സ്ഥിരമായി തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തിരുന്ന സർക്കാർ സംവിധാനമായ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകൾ അടക്കം കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലതും കഴിഞ്ഞു. ഓണക്കാലത്ത് വിഭവ സമാഹരണത്തിന്റെ ഭക്ഷ്യവകുപ്പ് സർക്കാരിനോട് ചോദിച്ചത് 500 കോടി രൂപയാണ്. പല ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്ത ഏജന്റുമാർക്ക് ഇത്രയധികം തുക കുടിശ്ശികയായി കിടക്കുന്നു എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ കാര്യത്തിൽ പോലും സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ തുടർന്ന് വരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം 100 കോടി രൂപ മാത്രമാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത്. കടം വീട്ടാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ ഓണക്കാലത്ത് പുതിയതായി ഭക്ഷ്യവസ്തുക്കൾ ആര് നൽകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ സർക്കാർ പരസ്യ പ്രചരണം വഴി ഗവൺമെന്റിന്റെ നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തോൽവിയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾ കാര്യമായി ഉയർന്നു വന്നത്. ഈ സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് പകരം സർക്കാരിന്റെ മേന്മകളും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളും വ്യക്തമാക്കുന്ന പരസ്യചിത്രം നിർമ്മിച്ച് മലയാളികൾ ഏറെയുള്ള അന്യ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പദ്ധതി പ്രകാരം PRD വഴി ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലാണ് പിണറായി മഹാത്മ്യം വിളമ്പുന്ന പരസ്യം പ്രദർശിപ്പിക്കുക. 100 തിയേറ്ററുകൾക്കുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 90 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ പാസ്സാക്കിയിട്ടുള്ള കണക്ക് പ്രകാരം തിയേറ്ററിൽ ഒരു പ്രദർശനത്തിന് 162 രൂപ പ്രകാരം 28 ദിവസത്തേക്കുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ചെലവിലേക്കായി 18 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. PRD അംഗീകാരമുള്ള ഏജൻസികൾ വഴിയും ഓൺലൈൻ സിനിമാ പ്രദർശനം നടത്തുന്ന കമ്പനികൾ വഴിയുമാണ് പരസ്യചിത്രം തിയേറ്ററുകൾക്ക് കൈമാറുക. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഭരണ മാതൃകകളും വിശദീകരിക്കുകയാണ് പരസ്യ വീഡിയോയിൽ. അതുപോലെ തന്നെ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ കൂടി ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ പരസ്യ പ്രദർശനത്തിൽ വ്യാപകമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സിന്റെ പരിപാടിക്കായി പോസ്റ്ററും നോട്ടീസും അച്ചടിച്ച ചെലവ് 9 കോടിയിൽ അധികമായി വന്നത് തന്നെ ഇപ്പോൾ ചർച്ചയായി നിലനിൽക്കുകയാണ്. സർക്കാർ തന്നെ വെളിപ്പെടുത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകളാണ്. ഓരോ ആവശ്യം ഉയർന്നു വരുമ്പോഴും ധനകാര്യമന്ത്രി കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം അനുവദിക്കുന്നില്ല തുടങ്ങിയ മുട്ടായി യുക്തികൾ പറഞ്ഞുകൊണ്ട് തടി തപ്പുന്ന കാഴ്ചയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സെപ്റ്റംബർ മാസത്തിൽ സർക്കാരിന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 25,000 കോടി രൂപയെങ്കിലും കണ്ടെത്താൻ കഴിയണം. ഓണം അലവൻസ്,
ബോണസ്, ശമ്പളം കൂടാതെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരുടെ സാമൂഹിക ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തു തീർക്കാൻ ഇത്രയധികം തുക കണ്ടെത്തേണ്ടി വരും എന്ന കണക്ക് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതിന് കാര്യമായ വഴികൾ ഒന്നും കാണാതെ വിഷമവൃത്തത്തിൽ നിൽക്കുന്ന സർക്കാരാണ് വലിയ വികസനവും ജനക്ഷേമവും നടത്തി എന്ന് അവകാശപ്പെടുന്ന സിനിമാ പരസ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നന്ദി.